ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ക്യാരറ്റും സവാളയും ഉഴുന്നുപരിപ്പും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ എന്നത്തെ പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനിയും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റിൽ നമുക്ക് ഈ ഒരു ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി സൈഡൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം. അതുപോലെ സവാളയും നമുക്ക് ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ക്യാരറ്റ് ഇതുപോലൊക്കെ നമുക്ക് നീളത്തിൽ കട്ട് ചെയ്യണം. പിന്നെ ഒരു 3 പച്ചമുളക്, 2 സവാള നമ്മളെടുത്ത് വെച്ചിരുന്നത് ഇതുപോലെ കട്ട് ചെയ്തത്, പിന്നെ ഒരു തക്കാളി നീളത്തിൽ കട്ട് ചെയ്തത്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാനിതൊരു മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ഏത് പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം കൂടെ ഈ ഒരു ഇതിലേക്കൊന്ന് ചട്ടിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനെല്ലാം ഇവിടെ ചട്ടിയിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. വേവാനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല പോലൊക്കെ വറുത്തൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് വറുത്തെടുത്തുകൊണ്ട് വരാം. വറുത്തെടുത്തൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനായിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ഞാനിവിടെ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കൂടെ നമുക്ക് നല്ല പേസ്റ്റ് പോലൊക്കെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി വെന്ത് കുഴഞ്ഞു പോവരുത്, അത്യാവശ്യം മാത്രമേ വേവാവുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറൂടെ കഴുകി കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പ് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം മല്ലിയിലയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഇതിലേക്കൊന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇട്ട് കൊടുക്കണമെന്നില്ല. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പുളിയില്ലാത്ത 1 സ്പൂൺ തൈരൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് ചൂടായി തിളയ്ക്കുന്നതിന് മുമ്പേ നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. നമ്മുടെ ക്യാരറ്റും ഉഴുന്നുപരിപ്പും ചേർത്തുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനും ചപ്പാത്തിക്കും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. ഇനി നമുക്ക് ഇതിന് കടുവും കൂടെ താളിക്കാം. അപ്പോൾ ഞാനിവിടെ കടുവ് വറുത്തതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.